ഹലോ അസ്സലാമു അലൈക്കും. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ഒരു വെള്ളരിക്ക പച്ചടിയാണ്. അതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. വെള്ളരിക്ക പച്ചടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെള്ളരിക്ക തൊലി കളഞ്ഞ് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ചട്ടിയിലോ അല്ലെങ്കിൽ പ്രഷർ കുക്കറിലോ ഇട്ടിട്ട് വേവിച്ചെടുക്കാം. ഞാൻ ചട്ടിയിലാണ് ഇത് വേവിക്കാൻ പോകുന്നത്. വെള്ളരിക്ക ഇട്ട് അതിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വെള്ളരിക്ക വേവിച്ചെടുക്കാം. വെള്ളരിക്കയിൽ ഓൾറെഡി വെള്ളം ഉള്ളതാണ്, അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ നമുക്കിത് വേവിച്ചെടുക്കാം. പച്ചടിയിലേക്ക് വേണ്ട അരപ്പ് നമുക്ക് റെഡിയാക്കിയെടുക്കാം. അതിന് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക. അതിലേക്ക് കറിവേപ്പില, 2 പച്ചമുളക് നിങ്ങളെ എരിവിനനുസരിച്ചിട്ട് ഇട്ട് കൊടുത്തോളൂ. കുറച്ച് ക്യൂമൻ സീഡിൻ്റെ പൗഡർ പിന്നെ വേണ്ടത് കുറച്ച് കടുക്. ഇത് നമുക്ക് വെള്ളം ഒഴിച്ച് നന്നായി പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. ഫസ്റ്റ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടിക്കുക. അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടി വെള്ളം അധികം ഒഴിച്ചിട്ട് അരപ്പ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് വേവിച്ച് വെച്ച വെള്ളരിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഈ അരപ്പ് ഒഴിച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് തൈര് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം തീ ഓഫാക്കുക. തൈര് ഒഴിച്ചതിന് ശേഷം ചൂടാക്കിയാൽ തൈര് പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് കടുക് താളിച്ച് വെള്ളരിക്ക പച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനായിട്ട് പാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായാൽ അതിലോട്ട് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഇപ്പം പൊട്ടുന്നുണ്ട്. കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് അതിലോട്ട് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ 2 പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് താളിച്ചത് നമുക്ക് പച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നമ്മളുടെ പച്ചടി റെഡി ആയിട്ടുണ്ട്.